അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ രാജസ്ഥാൻ സീരീസിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ജയ്സാൽമീർ ഫോർട്ടിന് മുന്നിലാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ട പക്തോങ്കി ഹവേലി കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം സമയം ഇപ്പം സന്ധ്യയായി. എന്നാലും നമ്മൾ ഈ ഫോർട്ടിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് 24 മണിക്കൂറും ഓപ്പണാണ്. അതുകൊണ്ട് നമുക്ക് പോയി കാണുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ഫോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണ് നമ്മുടെ ജയ്സാൽമീർ കോട്ടയും. അപ്പോൾ ഇത് പണിതത് രജപുത്ര രാജാവായിരുന്ന റാവു ജയ്സാലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ട് തന്നെയാണ് ജയ്സാൽമീർ എന്നൊരു പേര് വന്നത്. ചെറിയ ബൈക്കുകളും ചെറിയ ഓട്ടോകളൊക്കെ വിടും. നമ്മൾ ഫോർട്ടിലേക്ക് കയറുവാണ്. അപ്പോൾ ഈ ജയ്സാൽമീർ ഫോർട്ടിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് പറയാം. ഇതൊരു ലിവിങ് ഫോർട്ടാണ്. ഈ ഫോർട്ടിനുള്ളിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇപ്പോഴും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഭംഗി ഒരു മഞ്ഞ നിറത്തിൽ ഇത് സ്വർണ്ണ കളർ അല്ലേ? ഗോൾഡൻ കളർ. ഗോൾഡൻ കളറിൽ ഇങ്ങനെ അത് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. എല്ലാ സ്ഥലത്തും തന്നെ അല്ലേ അപ്പോൾ ഈ ഒരു കോട്ട ഏതാണ്ട് 1862 തോന്നുന്നു മഹാരാവൽ മുൽരാജ് എന്ന് പറയുന്ന ആൾ ഈ കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വരെ ഇത് മുഗളന്മാരുടെ കയ്യിലായിരുന്നു ഈ കോട്ട. അപ്പോൾ അങ്ങനെയായിട്ട് 1818 ഡിസംബറിൽ ആ സമയത്തെങ്ങാണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഈ മുൽരാജും തമ്മിലുള്ളൊരു ഉടമ്പടി വയ്ക്കുകയും പിന്നീട് ഈ മുൽരാജിനെ ഈ ഒരു കോട്ട നിയന്ത്രണം തുടർന്നുകൊണ്ട് പോകാൻ അനുവദിക്കുകയും ചെയ്തു. എന്തായാലും നമ്മളിപ്പോൾ നടന്നതേ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞതിലോട്ട് കുറേയേറെ ആൾക്കാർ ഇപ്പോഴും താമസിക്കുന്ന ഒരു കോട്ടയാണ് ഈ കോട്ട. ഇത് നമ്മുടെ സംരക്ഷണമൊന്നും പട്ടാളത്തിൻ്റെ ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല കേട്ടോ കണ്ടിട്ട്. സർക്കാരിൻ്റെ ആയിരിക്കും. ഇതൊരു വാതിലാണ്. താഴെ നിന്നൊരു ഗേറ്റ് കടന്നിട്ടാണ് നമ്മൾ മുകളിലോട്ട് വന്നത്. ഇതിനെ സൂരജ് പോൾ എന്നാണ് പറയുന്നത്. ഇതേതോ ഒരു യുദ്ധമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൻ്റെ വിജയത്തിൻ്റെ ആഘോഷമായിട്ട് സ്ഥാപിച്ച ഒരു ഗേറ്റാണ്. പറയുവാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് നമുക്ക്. അതൊന്നും പെട്ടെന്ന് പറഞ്ഞ് പോകാൻ പറ്റുന്നതല്ല. ഇവിടെ നടക്കാൻ കുറച്ചുണ്ട് കേട്ടോ. നടന്ന് മുകളിലോട്ട് വരുവാണ്. അടുത്തൊരു ഗേറ്റിൻ്റെ ഇവിടെ വന്നു നമ്മൾ. അതുപോലെ തന്നെ ഈ കോട്ടയ്ക്കുള്ളിൽ നിരവധി ജൈന ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. പിന്നെ സിനിമകൾക്കൊക്കെ ഒരുപാട് ഷൂട്ടിങ് ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ താമസിച്ചാണ് വൈകിട്ടാണ് വന്നത്. ഇപ്പം സമയം ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് കയറി കൂടുതൽ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ മുകളിൽ നിന്ന് പോയിട്ട് കഴിഞ്ഞാൽ ഈ ടൗണിൻ്റെ ഒരു കാഴ്ചയും അതുപോലെ തന്നെ വലിയ പീരങ്കികളൊക്കെ ഉണ്ട്. അത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അതിനൊക്കെ നേരത്തെ വന്നാലേ പറ്റുള്ളൂ. പക്ഷേ കോട്ട ഫുൾ ടൈം തുറന്നിട്ടേക്കുവാണ്. നമുക്ക് കയറി ബാക്കി ഇതുപോലെ തന്നെ കോട്ടയ്ക്കുള്ളിലൂടെയൊക്കെ നടക്കാനൊക്കെ പറ്റും. കുറേ നടക്കാനുണ്ടല്ലേ. അപ്പം മൺകല്ല് കൊണ്ടാണ് ഈ കോട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിലെ സുവർണ്ണ കോട്ട എന്നും അറിയപ്പെടുന്നുണ്ട്. വൈകിട്ടൊക്കെ ഇത് കാണാൻ നല്ലൊരു സ്വർണ്ണ കളർ, നല്ല ഭംഗിയാണ്. ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുള്ള കോട്ടയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഈ പറഞ്ഞിട്ട് നമ്മുടെ ചിത്തോർഗഡ് ഫോർട്ടിലെ പോലെ തന്നെ ജവഹർ സതി പോലുള്ള പിടിക്കപ്പെടുമാകുമ്പോൾ രാജകുലത്തിലെ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുക കാര്യങ്ങളൊക്കെ ഇവിടെയും കുറേ നടന്നിട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്ഥിരമായി ആൾക്കാർ താമസിക്കുന്ന ഇന്ത്യയിലെ ഏക കോട്ട എന്ന് വേണമെങ്കിൽ നമ്മുടെ ഈ ജയ്സാൽമീർ കോട്ടയെ പറ്റി പറയാം. ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. പലരെയും ജൈന ക്ഷേത്രങ്ങളാണ്. ഞങ്ങളിപ്പോൾ കുറച്ച് നടന്ന് വീണ്ടും ആൾക്കാരും ഇല്ലാതെ ആൾക്കാർ താമസമുണ്ട്. പക്ഷേ ഉള്ളിലേക്ക് ഞങ്ങളൊക്കെ പോകുന്നു. അപ്പോൾ ഇവിടെ നിന്നായിരുന്നു നമ്മൾ അകത്തേക്ക് പോകേണ്ടത്. മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടത്. പക്ഷേ ഇപ്പം ആൾക്കാരെ അങ്ങോട്ട് കയറ്റി വിടുന്നതിൽ ഒത്തിരി രാത്രിയായി. അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ എന്തായാലും മിസ് ചെയ്യും.
രാത്രിയായതോടെ ഈ കോട്ടയിലേക്കുള്ള സന്ദർശകരുടെ തിരക്ക് തീരെ കുറഞ്ഞിട്ടുണ്ട്. തീരെ കുറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ കുറേ നടന്നിട്ടിനി വീണ്ടും കോട്ടയുടെ താഴേക്ക് പോവുകയാണ്. നമുക്ക് ഇന്ന് രാത്രി തന്നെ ജയ്സാൽമീരിൽ നിന്ന് നമുക്ക് ജയ്പൂർ പോകണം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി കൂടുതൽ ഇനിയും കറങ്ങാൻ പോകുന്നില്ല. നമുക്കിനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജയ്സൽമീർ കോട്ടയിൽ നിന്നുള്ള കാഴ്ചകൾ. അപ്പോൾ അടുത്ത യാത്ര എന്ന് പറയുന്നത് നമ്മൾ ജയ്പൂരിലേക്കാണ്. ജയ്പൂരിലേക്ക് പോകണം. പോകുന്ന വഴിക്ക് നമ്മൾ പറ്റുമെങ്കിൽ നമ്മൾ നമ്മുടെ കർണിമാത ക്ഷേത്രത്തിലൊന്ന് കയറും. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമാക്കി നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് രാജസ്ഥാൻ സീരീസിൻ്റെ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.